ഹലോ ഗൈസ്, നമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എനിക്ക് നമസ്യയ്ക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കാര്യം എന്താണെന്നറിയണ്ടേ, ഇന്ന് നമസ്യയുടെ അപ്പ വരുന്ന ദിവസം. ഇന്ന് നമസ്യയുടെ അപ്പ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമസ്യ ഞാൻ. എന്നും വീഡിയോ കോളിൽ കാണുന്ന ആളെ നമസ്യ ഇന്ന് നേരിട്ട് കാണാൻ പോവുക. നമസ്യയുടെ റിയാക്ഷൻ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റില്ല ഞാനിപ്പോൾ. നമസ്യ അപ്പായെ കാണാനുള്ള സന്തോഷത്തില്ല, ഭയങ്കര ഡാൻസും തുള്ളലും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. ഞാനും നമസ്യം വിളിക്കാൻ ചെല്ലുന്ന നേരം കണ്ണേണ്ണ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. കാരണം ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല കണ്ണേണ്ണ വരുന്ന കാര്യം. പിന്നെ എങ്ങനെ ഞാനിത് അറിഞ്ഞെന്നല്ലേ, അതാണ് കുരുട്ട് ബുദ്ധി. എൻ്റെ കുരുട്ട് ബുദ്ധി വെച്ച് ഞാൻ കണ്ടുപിടിച്ചതാണ് ഇന്ന് കണ്ണേണ്ണ വരുമെന്ന്. അങ്ങനെ ഞാൻ വെച്ച് ഞങ്ങൾക്ക് സർപ്രൈസ് തരുന്ന കണ്ണേണ്ണന് തിരിച്ചിട്ടൊരു സർപ്രൈസ് കൊടുക്കാതെ കസിനുമായിട്ട് എയർപോർട്ടിൽ പോയി. ഈ കസിൻ്റെ അടുത്ത് മാത്രമായിരുന്നു കണ്ണേണ്ണൻ വരുന്ന കാര്യം വിശ്വാസത്തോടെ പറഞ്ഞത്. അവൻ്റെ മനസ്സ് പിന്നെ തുറന്ന പുസ്തകമായതുകൊണ്ട് അവൻ വന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ തിന്ന് ചില്ലായിട്ടിരുന്നപ്പോഴത്തേക്കിനും കണ്ണേണ്ണൻ വിളിക്കുന്ന കസിന്, നീ എവിടെ, ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി 6:45 എത്തേണ്ടടുത്ത് 7:30 ആയപ്പോൾ എത്തി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും കണ്ണേണ്ണൻ എയർപോർട്ടിന് പുറത്തെത്തി. പിന്നെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് വിളിച്ചിരുന്നു, അവരെന്നെ വിളിക്കാൻ വരിക. അങ്ങനെ 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കാണാൻ പോവുകയാണ് ഗൈസ്. ബാക്കി നിങ്ങളിരുന്ന് മൊട്ടച്ചി ആ പോട്ട് നീ പോകും മകേശൻ അങ്ങ് നടന്നോളെ. ഇതിലെ കൂടി പോകും, സെൻറ്ററിൽ കൂടി പോകും, സെൻറ്ററിൽ കൂടി തന്നെ പോകും. അങ്ങനെ അങ്ങനെ കൊച്ചു നോക്ക ഫോണിൽ കൂടെ കണ്ടുള്ള പരിചയമല്ലേ. അങ്ങോട്ടൊന്ന് എന്തായാലും വരണം. എല്ലാരും കേറി അട്ടിയിട്. വണ്ടിയിലിരുന്ന് പറയണേ, വണ്ടിയിലിരുന്ന് പറയണേ. 500 രൂപ ബെറ്റ് വരെ എന്നിട്ട് ഞാനാണല്ലോ ഇത് പറഞ്ഞത്. അവനോട് അറിയത്തില്ല, അവനാ പറഞ്ഞത്. 500 രൂപ മേടിച്ചേർന്ന നമസ്യക്ക് അങ്ങോട്ട് ആളെ പിടിയിട്ടില്ല. ഇതല്ല എൻ്റെ അപ്പാന്നൊക്കെ. ഇതെന്റെ ഗർഭമല്ല.